ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ എവിടെയാണ്? ജൂലൈ 16-നാണ് അർജുനെ കാണാതായത്. ഒരു മാസത്തോട് അടുക്കുമ്പോഴും അർജുൻ കാണാമറയത്ത് തന്നെയാണ്. വേദനയോടെ കാത്തിരിക്കുകയാണ് അർജുന്റെ കുടുംബവും മലയാളികളും. അർജുൻ അകപ്പെട്ടു എന്ന് കരുതുന്ന ഗംഗാവാലി പുഴയിൽ ഒഴുക്ക് ശക്തമായി നിൽക്കുന്നതിനാൽ തിരച്ചിൽ നിലച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഗംഗാവാലി പുഴ ഒഴുകിയെത്തുന്ന കടലിൽ ഒരു മൃതശരീരം കണ്ടത്. മത്സ്യത്തൊഴിലാളികളാണ് ജീർണിച്ച ശവശരീരം കണ്ടെത്തിയത്. അകനാശിനി പുഴ കടലുമായി ചേരുന്ന അഴിമുഖത്തോട് ചേർന്നായിരുന്നു മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ ഒടുവിൽ കണ്ടത്. പോലീസിനെ മത്സ്യത്തൊഴിലാളികൾ വിവരം അറിയിച്ചു. തുടർന്ന് മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും തുടക്കത്തിൽ മൃതശരീരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കടലിൽ രണ്ടിടത്താണ് ഒഴുകി നടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. ധാനേശ്വറിലായിരുന്നു ആദ്യം മൃതദേഹം കണ്ടത്. പിന്നീടാണ് അകനാശിനി അഴിമുഖത്തിനടുത്തും മൃതദേഹം കണ്ടെത്തിയത്. ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ 5 കിലോമീറ്റർ അകലമുണ്ട്. ഗംഗാവാലി പുഴ കടലിൽ ചേരുന്ന ഭാഗത്ത് നിന്ന് 35 കിലോമീറ്റർ ദൂരെയാണ് അകനാശിനി അഴിമുഖം. അതിനാൽ അത് അർജുൻ്റെ മൃതദേഹമാകാൻ സാധ്യത കുറവായിരുന്നു. ഒറ്റ കാഴ്ചയിൽ സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത നിലയിൽ ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം. അതിനിടെ മരിച്ചത് സ്വദേശിയായ മത്സ്യത്തൊഴിലാളിയാകാനും സാധ്യതയുണ്ടെന്നും സൂചനയെത്തി. മൃതശരീരം കണ്ടെത്തുന്നതിന് 3 ദിവസം മുമ്പാണ് മത്സ്യത്തൊഴിലാളിയെ കാണാതായത്. തിരച്ചിലിനൊടുവിൽ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തി. കോസ്റ്റൽ പോലീസ് മൃതദേഹം കരയിലെത്തിച്ചു. പ്രാഥമിക പരിശോധനയിൽ ഇത് മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൃതദേഹത്തിൻ്റെ DNA പരിശോധന നടത്തും. എങ്കിൽ മാത്രമേ മരിച്ചതാരാണെന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിനിടെ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലെന്ന നിലപാടിലാണ് കർണാടക. തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ലെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. തിരച്ചിൽ അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരുന്നു. എന്നിട്ടും അനുകൂല നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്, കാലാവസ്ഥ പ്രതികൂലമാണ് എന്നിങ്ങനെയുള്ള വാദങ്ങൾ നിരത്തി തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ നിന്ന് കർണാടക വിട്ടുനിൽക്കുകയാണ്. അർജുൻ്റെ വീട്ടുകാരുടെ താൽപ്പര്യപ്രകാരം പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഷിരൂരിൽ എത്തിയെങ്കിലും പോലീസ് മടക്കി അയച്ചു.